ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടൊറന്റോയിലുള്ള ഹൈ പാർക്കിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ സൂ ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ. ലെഫ്റ്റിൽ തന്നെ എന്താ ഇത്? സൂ അല്ലേ? എന്തോ ഒരു സാധനമുണ്ട്. എന്നിട്ട് ആടാ അടുത്ത് പോവാം. ആടും കഴുതിയും കൂടെ ചേർന്ന് എന്തോ സംഭവമാണ്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ വരുന്നവര് അനിമൽസിന് ഫീഡ് ചെയ്യരുത്. അത് പല പ്രശ്നങ്ങളും നമ്മൾ പല വീഡിയോകൾ കണ്ടിട്ടില്ലേ. ഇത് എന്തിട്ട് അനിമലാന്ന് അറിയില്ല കേട്ടാ. ചെമ്മരിയാടാ തോന്നുന്നുണ്ട്. ചെമ്മരിയാട അല്ലേ? ഇത് ഒട്ടകമല്ല, കുതിരയല്ല, മ്യൂളായിരിക്കും. എന്തോ ഇതാണ് സാധനം. ലാമ അതന്നെ. അപ്പൊ കണ്ടില്ലേ, ഇതാണ് ആ കണ്ട സാധനം ജീവി. ഇവിടെ കപ്പിബാര അങ്ങനെ എന്തൊരു സാധനം. ഈ ഇവര് നിക്കണ കാരണം അത് മറിഞ്ഞ് അതിന്റെ ബോർഡ്. അപ്പൊ അതാണ് ഈ കലമാന അങ്ങനെ എന്തോ ബാക്കിലുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. ഇത് നമ്മുടെ ഗിനിപ്പന്നിയൊക്കെ മരുതിയ സാധനം വലിയത്, അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഒരാള് നിക്കുമ്പോ അതിന്റെ ഒരു വലിപ്പം കണ്ട. അവിടെ വേറെ കിടക്കുന്നുണ്ട്, അതിലും കൂടി ഇച്ചിരി സൈസ് ഉള്ളത്. ഇതൊരു 1.5 പാർക്കാണ് ഗൈസ്. കുറേ ഉണ്ട്, പക്ഷെ നമുക്ക് അധികം നേരമൊന്നും ഇല്ല. ഇവിടെ സൈക്കിളുകൾ നമുക്ക് റെന്റ് എടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ട് സൈക്കിൾ ഓടിച്ച് പോകാം, പക്ഷെ പൈസ കൊടുക്കണം. അപ്പം നമുക്ക് നടക്കാം. വെറുതെ എന്തിനാ പൈസ ഇങ്ങനെ നമുക്ക് നമ്മളിന്ന് സിനിമ കാണാനാണ് വന്നേക്കുന്നത് ഗൈസ്. സിനിമ ലോക. ലോക ഇറങ്ങിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം കണ്ടായിരുന്നു. ഞങ്ങള് ലോക കാണാൻ വന്നതാണ്, സിനിമ കാണാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ എത്തി ഞങ്ങൾ, കുറച്ച് ആവശ്യം പൂത്തിട്ട്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ള കാരണം കൊണ്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാൻ കരുതി. അതെന്റെ മുന്നിലുണ്ടല്ലോ, ഞാൻ എന്തിനാ നോക്കണേന്ന്. അതാണ് എന്റെ സന്തോഷം. വലിയ പാർക്ക് ഒരുപാട് നടക്കാണ്ട്. അവിടെ കുറച്ച് പേര് എമുക്കുട്ടൻ അതെ, നമ്മളെ ക്രൈസ്റ്റിലുണ്ടായിരുന്നു. എമുവിനെ കളിപ്പിക്കിന്. ഇതാണ് നമ്മുടെ എന്തൊട്ട് സാധനം. അവൻ്റെ ഒരു ഓമൊക്കെ നോക്കി, വലിയൊരു കാളക്കുട്ടൻ. അതേമാതിരി ആള് ഉച്ച ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ചാണകത്തിന്റെ മണം നോക്കിയാ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? അയ്യടാ, ഒരു വാവ കളിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരുത്തും ചതച്ചവച്ചോണ്ടിരിക്കും. ഒരു കൊമ്പ് അവൻ്റെ മുകളിലേക്ക് വരക്കണം, താഴേക്ക് ആരടിച്ച് പഞ്ചറാക്കിയാന്ന് തോന്നുന്നുണ്ട്. നല്ല ചവയാ, ബബ്ലിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ വേറെ പശുവൊക്കെ ഉണ്ട് കേട്ടോ. പശുവിന് വീട് വരെ കെട്ടി കൊടുക്കുന്നുണ്ട്, മോരം വെച്ച് വിടുന്നുണ്ട്. അടുത്തത് ഈ സൈഡിലാണ്, നമുക്ക് ഈ സൈഡിലേക്ക് പോവാം. മണിക്കൂട്ടം വായിക്കുന്നുണ്ട്. ബൈസൺ അങ്ങനെ എന്തിനാന്ന് പ്രൊനൗൺസ് ചെയ്യാന്നുണ്ട്. അവിടെ നമ്മ നേരത്തെ കണ്ടില്ല ഒരെണ്ണം, അതേമാതിരി തന്നെ ഒരു വലിയത്. വലിയ സാധനമാണല്ലോ, നല്ല സൈസ് ഉണ്ട്. ക്രിസ്മസിന് വെട്ടാൻ പറ്റിയ സാധനം. നല്ല സാധനം, വെട്ടാൻ അങ്ങോട്ട് ചെല്ലി. നല്ല വലിയ തല. ഇഷ്ടോ തല നോക്കി എന്റെ പൊന്നെ. അടുത്ത് ഇവിടേക്ക് വന്നിട്ട് ഇങ്ങോട്ട് ഞങ്ങളെ രണ്ടുപേരും കൂടെ ഒരു വീഡിയോ എടുത്തേ. ഇവന്റെ സൈസ് നോക്കിയേ. ഇവന്റെ സൈസ് മനസ്സിലാവണമെങ്കിൽ കിച്ചാണ്ടിനും കൂടി ഫ്രെയിമിൽ കൊണ്ടുവരാം. ചാണ്ടിയേ അടുത്ത സ്ഥലത്ത് പോവാം. ഇതാണ് അടുത്ത ആള്, ബാർബറി ഷീപ്പ്. ഞങ്ങൾ ആദ്യം അവിടെ നിന്ന് വിചാരിച്ചു ഇത് സ്റ്റാച്ചു എങ്ങനെയാന്നാട്ടാ. എങ്ങാണ്ട് നിക്കായിരുന്നു ആശാൻ. ആള് കണ്ട വേറെ എവിടെയോ ഇവര് സ്റ്റാച്ചു മാതിരി നിക്കണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് ആള് നല്ല ഈ പുല്ലൊക്കെ വരുത്തുന്നത് തീർക്കണില്ല. മയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? അവിടെ മയിലുണ്ട് നിറച്ച് നെറ്റാ, പക്ഷെ ഇവിടെ ഷീപ്പുണ്ട്. അവിടെ ഷീപ്പുണ്ട്. ഷീപ്പ് എന്ത് ഷീപ്പാന്നറിയോ? മൗഫ്ലൻ ഷീപ്പ്. എന്തോ ആട് എന്തൊട്ടൊക്കെയാണോ പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി. ഇതിലൊന്നൊരു കാര്യം ആദ്യം അങ്ങനെ മാനാന്ന് വിചാരിച്ചു. മാന്റെ പോലെ ഉണ്ട് കൈ. മാന്റെ മാതിരി
നല്ല ഫുഡ് ഇടി എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കണ നേരമാണ് ഇപ്പൊ. നമ്മള് 4 മണിയായിരുന്നു മാത്രം. 4 മണിയാ 4:25 ചായ ഇരിക്കും. ഇനി ഉണ്ടാവും അങ്ങോട്ട്. ഉണ്ണിയോളൊക്കെ കൊണ്ട് കുറെ പേര് വന്നിട്ടുണ്ട്. ഇന്ന് ഇട ദിവസം ഒന്നല്ല, പിള്ളേർക്ക് കാണുമ്പോ ഒരു ഇടദിവസമാണെന്ന്, വീക്കെൻഡ് അല്ല. അല്ല വീക്കെൻഡ് അല്ല, ഇട ദിവസം. ഇടദിവസം മാത്രമാണ് ഇവിടെ കാറ് ആ സൈഡിൽ ഞങ്ങൾ പാർക്കിങ്ങിലോട്ടി കൂടെ. ഇനി കാടിന്റെ ഉള്ളിലൊക്കെ നമുക്ക് പോവാനായിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. അതായത് ട്രയൽ നടക്കണ പോലെ. പക്ഷെ വല്ലാണ്ട് ടൈമില്ല, നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്യില്ല. നമുക്കൊരു 5 മണി കൂടി ഇറങ്ങണം. എന്നിട്ട് എന്നാലേ അവിടെ 6 മണിക്ക് എത്തുള്ളൂ. കാരണം അങ്ങോട്ട് 20 കിലോമീറ്റർ താഴെ ഉള്ളൂ. പക്ഷെ ട്രാവൽ ചെയ്യാൻ 55 മിനിറ്റ് എടുക്കുന്നുണ്ട്. അതെ, അതാണ് നല്ലൊരു സ്ഥലമുണ്ട്. നിറച്ച് ചെടികൾ അല്ലേ. ഇത് കൊള്ളാം. നോക്കിയാൽ ഈ കാനഡയുടെ ഒരു ഇതുണ്ട്. ഗിംബല് വേണം ഇളകണ്. കുഴപ്പമില്ല, ഇവിടെ ഇരിക്കുക കുറച്ച് നേരം. നല്ല സ്ഥലാട്ടാ, കാണാനൊക്കെ നല്ല ഭയങ്കര സ്ഥലമാണ്. അങ്ങോട്ട് നോക്കിയാൽ നല്ല രസമുണ്ട്. ലേക്ക് കാണോ? അല്ല ശേ, ലേക്ക് അല്ല, മീൻസ് അവിടെ എന്ത് ലേക്കാണോ അവിടെ? അത് അറിയില്ല. അതെ ഉണ്ട്. എന്നാ മജി കൊള്ളാല്ലേ കാനഡയുടെ സിമ്പലായിട്ട് ഫ്ലവർ ആക്കിയാണത്. നമ്മ വന്നിരിക്കണ എൻ്റെ ഇവിടെ നല്ല രീതിയിൽ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ആവശ്യമില്ലാത്തൊക്കെ മണക്കും. ഒന്നാവും നല്ല അലർജി ഉള്ള ആളാ. അത് ഇതൊക്കെ എടുത്ത് മണക്കും, ടേസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് കൊച്ചിന്റെ ഒരു രസം. അതെ, കണ്ട് വൈകുന്നേരം ഇനി അവിടെ ചൊറിയണ്ട, ഇവിടെ ചൊറിയണ്ട. നല്ല സുഖാ. മാന്തൾക്ക് വലിയ സുഖമില്ല. കൊള്ളാല്ലേ ഗൈസ്? ഇങ്ങനെയുണ്ട്. എന്റെ കാൽമ കിടക്കണോണ്ടാ ഷൂവിന്റെ ഭംഗിയല്ല, എന്താ ചെയ്യാ. ഈ വീഡിയോ ഇപ്പൊ ഹൈ പാർക്ക് കാണാനല്ല, ഞങ്ങളുടെ ചളിയാക്കാരായി പോയി. വാൻ ചളിയായി പോയി. ഹൈ പാർക്ക് നമ്മള് പകുതി പോലും നടന്നല്ലേ അല്ലേ? പകുതിയൊക്കെ ആ ഭാഗം നടന്നില്ല. പിന്നെ അത് ലയിക്കലേട്ടാ, അത് പോണ്ടാന്ന്. അതെ അതെ, അത് എന്നിട്ട് ഗ്ലാഡിയർ പോണ്ടോ അങ്ങനെ എന്തോ, അയ്യോ പേര് മറന്നുപോയി. പക്ഷെ അത് പോണ്ടാണ്, ലേക്കല്ല. പിന്നെ ഇപ്പൊ പേരറിട്ട് എന്തൊരു കാര്യം, പോണ്ടാണ് അത്ര ഉള്ളു. കൊള്ളം, അത് മതി. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ കുറെ പേര് വെറുതെ വന്നിരിക്കുന്നുണ്ട്. നോക്കിയാ പൂക്കളം ഇട്ട പോലെ, ഓണത്തിന് മറ്റേ പൂക്കളം ഇട്ട പോലെ അല്ലേ കാനഡയുടെ ആയത്. പോവാൻ തോന്നുന്നുണ്ടല്ലേ ശരിക്കും? എന്റെ അടുത്തേക്ക് പോവാൻ വയ്യ. പോവാല്ലെങ്കിൽ വലിയൊരു അത്യാവശ്യം നല്ലൊരു കുത്തനെയുള്ള ഒരു ഇറക്കാണ് കേട്ടോ. തിരിച്ചു കയറാൻ വയ്യ, അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തെ. ഇനിയിപ്പോ നമ്മ അങ്ങോട്ട് തിരിച്ചു. അതെ, അല്ലെങ്കിൽ ഉറക്കം വന്നിട്ട് ഏത് നിന്നിട്ട്. ഇങ്ങനെ ഇതിപ്പോ നമ്മ നടക്കണത് ഇത്തിരി വലിയ വഴി കൂടെ. ഇതുപോലെ ഉള്ളു വഴികൾ ഉണ്ട് കേട്ടോ ഇതില്. ഇങ്ങനെ മറ്റേ ട്രെയിലൊക്കെ നടക്കണ കൂട്ട് അതിന്റെ അതിലേക്ക് നടക്കാണെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ മറ്റേ അനിങ്ങള് ഉണ്ടായിരിക്കലോ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മിസ്സാഗര ബ്രാംപ്ടൺ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മറ്റേ എന്താടാ ഇതൊക്കെ പഴുക്കണ സമയം വരെ ചെറി ബ്ലോസം അതല്ല മറ്റേത് ഇതല്ല പഴുക്കണ സമയം ഫോൾ സീസൺ വരുമ്പോ നിങ്ങളിപ്പോ ഇതിലൊക്കെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. വെച്ചാൽ പലതരം കളറുകളും നല്ല രസമായിരിക്കും. എല്ലൊക്കെ ഇങ്ങനെ വീണ് നടക്കണം. ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി നല്ലൊരു സൂ എവിടെയുണ്ട്, പീറ്റർബോർഗ്. നമുക്ക് നമുക്ക് ടിക്കറ്റിന് ടിക്കറ്റൊന്നും ചാർജ് ഒന്നും ഇല്ല കേട്ടോ. അതായത് ഡാമില്ലാന്നുണ്ട്. അപ്പൊ നല്ല ഒരു ക്രൗഡ് വരെ ചിലപ്പോ അതായിരിക്കും. പിന്നെ ഇതിട്ടാണ് വണ്ടി ഇടാൻ പൈസ വേണ്ട. ആരാണോ വെച്ചെടുക്കണ. പിന്നെ അതുപോലെ തന്നെ മറ്റേ എന്നിട്ടാണ് ഈ സൂ കാണാനും പൈസ ഒന്നും വേണ്ട. ഇവിടെ സൂല് വലിയ കാര്യമായിട്ടില്ല, പക്ഷെ പീറ്റർബോർഗിലെ ആ സ്ഥലത്ത് അത്യാവശ്യം നല്ലതുണ്ട്. അവിടെ നമുക്ക് ഒരു ദിവസം പോയി എടുക്കാം വീഡിയോ. അത് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ചെറിയ മറ്റേ ഷോർട്ട് വീഡിയോ എടുത്തു വെച്ചാണ്. ഇനി നല്ലൊരു ലോങ് വീഡിയോ നമുക്ക് അവിടെ പോയി എടുക്കാം ഒരു ദിവസം അല്ലേ? ഒക്കെ നടക്കും. പീറ്റർബോർഗ് നമ്മ ഇപ്പൊ താമസിക്കുന്നോടൊന്നും വലിയ ദൂരമില്ല. പണ്ടാണ് നമുക്കത് ഭയങ്കര ദൂരം. ഇപ്പൊ വലിയ ദൂരം. സൈക്കിൾ ഓട്ടിങ്ങനെ നല്ല രസമുണ്ട്. സൈക്കിൾ ഓട്ടാൻ സത്യത്തിൽ വയ്യ, ചവിട്ടാനും വയ്യ, പോവാനും വയ്യ എന്ന് പറഞ്ഞ പോലെ തിന്ന് മുട്ടിരിക്കുക.
പതുക്കെ നടക്കാൻ വല്ലാണ്ടൊന്നുമില്ല. ഉച്ചക്ക് ഇത്തിരി ഭക്ഷണം കഴിച്ചതാണ്. 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കും അല്ലേ ചേച്ചാ? നടക്കണോ? നടക്കണേ നടക്കാം. അവിടെ 6 മണിക്ക് ഷോ. ആ സിനിമ ഒരു അരമണിക്കൂർ മേലെ യാത്രയുണ്ട്. നീ എന്നെ തന്നെ ഇങ്ങനെ പിടിച്ചപ്പോ വീഡിയോ എടുത്തിട്ടല്ല നിന്നെ ആസ്വദിക്ക്. നീ ടി വിയിൽ വരുമ്പോ നീ ആസ്വദിക്കുന്നത് നടക്കണത് മുക്കൂട്ടൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. മുക്കൂട്ടൻ്റെ അടുത്ത് ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇതിന്റെ അച്ഛയാണോ ഈ കേൾക്കണേ? മറ്റേ ഡ്രംസ് പറഞ്ഞോട്ട്. അതെ 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 ഗ്യാസ് കൊടുന്നാണ് ഒരു പുല്ലുന്ന നമ്മളെ കണ്ടപ്പോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വാന്ന്. ഹേയ് എന്താ നിങ്ങള് സ്ട്രേഞ്ചേഴ്സിനെ കണ്ട മാതിരി വാ മക്കളെ. മനി കൂട്ടുകാരൻ നിക്കണ കണ്ടില്ലേ? ഇങ്ങോട്ട് വാ. കഴുത്ത് കണ്ട മനസ്സിലായി. എന്റെ വായിക്കിട് നീ ഫോട്ടോ. ഏതെങ്കിലും ഒരു വീട്ടിലെ കണ്ടേപ്പിന്റെ അടുത്ത് എന്റെ വായിക്കാ ആടി പോവാ. സമയമില്ല. കൈയടിച്ചിട്ട് കടി വാങ്ങാൻ വേണ്ടി ഒരയ്ക്കാന്ന് നല്ല കൈയൊന്നും കാണിക്കാ. കിച്ചാൻമാതിരി ചൊറിച്ചിലുള്ള ആളുള്ള ഏതൊരു കൊച്ചവിടെ ഫുഡ് കൊടുക്കണം. പക്ഷെ കൊടുക്കരുതെന്നാണ്. ചീറ്റിക്കാൻ പാടില്ല. കൈ ഉണ്ടാ ഗേൾ ഫ്രണ്ട് വിളിക്കുന്നുണ്ടല്ലേ ചെല്ലടാ. വേണ്ട പോവാ. നോട്ടത്ര പന്തില്ലേ. അപ്പൊ ഞങ്ങള് എൻട്രൻസിന്റെ അവിടേക്ക് എത്തി. പാർക്കിന്റെ അവിടേക്ക് പോവാ. അപ്പൊ ഈ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. അങ്ങനെ നമുക്ക് ഈ ഫോണിന്റെ എന്തെങ്കിലും ഇടാൻ പറ്റി ഇടാം. ഇത് മതി. ഞങ്ങൾ വെറുപ്പിക്കണതിന് ഒരു പരിചയം ചെറിയൊരു ഹൈ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചളി വാരിയാണ്. അല്ലെങ്കിൽ സഹിക്കുക. നമ്മൾ പാർക്കിലോട്ട് പോവാ. ഇതൊക്കെയാണ് അപ്പൊ നമ്മള് കേട്ടാ. ശരി എന്നാ ടാറ്റ ബൈ ബൈ അല്ലേ. സി യു സി യു. ഗുഡ് നൈറ്റ്.